തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ജയിച്ചു വന്ന ആളുകളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്താണ് സ്ഥാനമേറ്റെടുക്കുക. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാവണം എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു റൂളുണ്ട്. പക്ഷേ പല ആളുകളും പല രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പല ആളുകളും ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കേട്ടു. അപ്പോൾ ഇതേക്കുറിച്ച് വലിയ പരാതികൾ LDF ഉന്നയിച്ചു. എങ്കിൽ പിന്നെ കോടതിയെ പോയി സമീപിക്കുമെന്നാണ് അവിടെ ഈ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അങ്ങനെയൊക്കെ പോയാൽ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ നിലനിൽക്കുമോ അതോ എന്തെങ്കിലും നടപടി വരുമോ? എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? അത് കുറച്ച് പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിൽ ചെയ്ത കേസുണ്ട്, ഉമേഷ് ചള്ളിയിൽ കേസ് എന്ന് പറയുന്നു. ഉമേഷ് ചള്ളിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. ഉമേഷ് ചള്ളിയിൽ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് ശിവൻ മഠത്തിൽ എന്ന് പറഞ്ഞ വക്കീല് ആണ് അത് ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്യുകയൊക്കെ ചെയ്തത്. ഹൈക്കോടതി ആ സത്യപ്രതിജ്ഞ റദ്ദാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പിന്നെ MLA ആയി തുടരാനൊന്നും പറ്റില്ല എന്നുള്ളത് അപ്പീലിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് സത്യപ്രതിജ്ഞ 2 തരത്തിലേ ചെയ്യാവൂ ഭരണഘടനാപരമായിട്ട്. ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയും, ഐ സോൾലി അഫേം എന്ന് പറയുന്ന പ്രതിജ്ഞ, ദൃഢപ്രതിജ്ഞ, ഇങ്ങനെ 2 തരത്തിലേ ആകാവൂ. അതിൽ ഗോഡ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഓരോന്ന് അവകാശപ്പെടാം. എനിക്ക് ഉമ്മൻചാണ്ടി ദൈവത്തിനെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ ആളുകൾക്ക് പറയാം. പക്ഷെ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അതിൽ ഈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഓത്തിന്റെ റൂളുണ്ട് സത്യപ്രതിജ്ഞ. അവിടെ ഗോഡ് എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് നിയമത്തിൽ ഓത്ത് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന അടുത്ത് ഗോഡ് എന്നുണ്ട്. ഈ ഗോഡ് എന്നുള്ളത് ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല എന്നാണ് ഉമേഷ് ചള്ളിയിൽ കേസിൽ സുപ്രീം കോടതിയുടെ വിധി. ദൈവനാമത്തിൽ എന്നുള്ളത് ദൈവനാമത്തിൽ എന്ന് തന്നെ പറയണം. ദൈവം എന്നുള്ള വാക്ക് റീപ്ലേസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ. പക്ഷെ തിരുവനന്തപുരത്ത് ചെയ്തിരിക്കുന്നത് ഭാരതാംബ, അയ്യപ്പൻ, ആറ്റുകാൽ അമ്മ, ശ്രീ പത്മനാഭൻ, ബലിദാനികൾ, പിന്നെ അവിടെ ഒരു UDF കൗൺസിലർ അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്, കേസ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ 20 പേര് അവിടെ BJPയുടെ കൗൺസിലർമാർ ഇങ്ങനെ തെറ്റായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പരാതി സ്വീകരിച്ചിട്ടില്ല, അത് നിങ്ങൾ കോടതിയിൽ പോയാൽ മതി എന്നാണ് കലക്ടർ അല്ലേ അവിടെ ഉത്തരവായത്. അപ്പോൾ ഇതിപ്പോൾ കണ്ണൂരിൽ ഇങ്ങനെ പല സ്ഥലത്തും പലതും സംഭവിച്ചു. കണ്ണൂർ ഇരിട്ടിയിൽ നരേൻപാറ വാർഡിൽ നിന്ന് P. സീനത്ത് എന്ന് പറഞ്ഞ അംഗം അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒപ്പിടാനുള്ള സമയത്ത് ഭരണാധികാരി ഇടപെട്ടിട്ട് അത് ഈശ്വരനാമത്തിൽ എന്ന് തിരുത്തിച്ചു. അങ്ങനെ തിരുത്തി പോയെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അല്ലാഹുവിൻ്റെ നാമത്തിലും ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ കേരള പഞ്ചായത്ത് രാജ് ഓത്ത് ഓഫ് മെമ്പേഴ്സ് റൂൾ അതാണ് ഇതിൽ ബാധകമായിട്ട് വരിക. അതിൽ ഗോഡ് എന്നുള്ള സ്ഥലത്താണ് ഈ റീപ്ലേസ്മെൻറ്റ് നടന്നിരിക്കുന്നത്. റീപ്ലേസ്മെൻറ്റ് പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. അപ്പോൾ ഈ ഉമേഷ് ചള്ളിയിൽ കേസിൽ അതിൽ സുപ്രീം കോടതി വിധിയുടെ അകത്ത് എന്നോടൊരു വക്കീൽ പറഞ്ഞത് ജാർഖണ്ഡിലെ ഹൈക്കോടതിയുടെ ഒരു വിധി അതിൻ്റെ അകത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗോഡ് എന്നുള്ളിടത്ത് പല വ്യാഖ്യാനങ്ങളും ആകാമെന്ന് ജാർഖണ്ഡിൽ ഒരിക്കലൊരു കോടതി വിധി ഉണ്ടായിരുന്നു. പക്ഷെ ഹൈക്കോടതി അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഉമേഷ് ചള്ളിയിൽ ചെയ്ത ഈ സത്യപ്രതിജ്ഞ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർമാറ്റിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. സുപ്രീം കോടതി അപ്പോൾ പറഞ്ഞത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, സെക്യുലറിസം അതിനു വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് രാജ്യം സെക്യുലറാണ്, രാജ്യത്തിൽ പല ദൈവങ്ങൾ എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല, ദൈവം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 2003 മുതൽ 2012 വരെയാണ് ഉമേഷ് ചള്ളിയിൽ കേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9 കൊല്ലം കേസ് നടന്ന്
തീരുമാനമായ ഒരു സംഭവമാണ് ഈ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2003 ഹൈക്കോടതി വിധി വന്നത്. അപ്പോൾ ഹൈക്കോടതി വിധിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോൾ ഈ പ്രതിജ്ഞ മാത്രമല്ല, അസംബ്ലിയിൽ ഇയാൾ ഹാജർ വെച്ചില്ലേ, അതും റദ്ദാക്കി ഹൈക്കോടതി. പിഴ ചുമത്തി, ഭരണഘടന ലംഘിച്ചതിൻ്റെ പേരിൽ പിഴ ചുമത്തി. അപ്പോൾ അതിന് കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ടെക്സ്റ്റിൽ നിന്ന് ഇയാൾ മാറി എന്നുള്ളതാണ്. ഭരണഘടനയിൽ നിന്ന് മാറി തോന്യാസം കാണിച്ചു അല്ലേ, തന്നിഷ്ടപ്രകാരം ഒരു പ്രതിജ്ഞയാണ് ചെയ്തത്, ഭരണഘടനാപരമല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി 2012 ഹൈക്കോടതിയുടെ തീരുമാനം ശരിവെച്ചത്. മതേതരത്വം നമ്മൾ നിലനിർത്തണം. ഗോഡ്മെൻ, ആൾ ദൈവങ്ങളുടെ പേരിൽ പറ്റില്ല. ഡെയ്റ്റീസ്, പല ദൈവങ്ങളുടെ പേരിൽ പറ്റില്ല. അപ്പോൾ ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിലാണ് ഈ സത്യപ്രതിജ്ഞയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്വെയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഓർ സോളംലി അഫേം. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഗോഡ് എന്ന വാക്ക് മാറ്റാനാവില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്യാനും പറ്റില്ല. ഗോഡ് മെൻ, ആൾ ദൈവങ്ങളെ വെച്ച് അത് റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ 1976 നമ്മൾ ഭരണഘടനയിൽ നമ്മൾ സെക്യുലർ ആണെന്ന് ഭേദഗതി കൊണ്ടുവന്നു. സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നുള്ളിടത്ത് സെക്യുലർ എന്നുകൂടി എഴുതി ചേർത്തു. 1994 സുപ്രീം കോടതി SR ബൊമ്മൈ കേസിൽ രാജ്യം മതേതരമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത്തരം ഗോഡ് എന്ന് സത്യപ്രതിജ്ഞ ഇങ്ങനെ വേണം എന്ന് 3-ാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഭരണഘടന. അതിന് മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് സുപ്രീം കോടതി തീരുമാനിച്ച കാര്യമാണ്. കേസിന് പോവും എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമേഷ് ചള്ളിയിൽ കേസ് ഇങ്ങനെ തീരുമാനിക്കപ്പെട്ട കേസാണ്. അതിരിക്കെ എന്തുകൊണ്ട് നേതാക്കൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ, കൗൺസിലർമാർ പലരും യുവാക്കളൊക്കെ ആയിരിക്കും, അവർക്ക് ഉമേഷ് ചള്ളിയിൽ കേസൊന്നും ഓർമ്മയുണ്ടാവില്ല. ഞാനിതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. ഉമേഷ് ചള്ളിയിൽ കേസുണ്ടല്ലോ, ഇവരിത് അറിഞ്ഞില്ലേ? അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഒരാൾക്കെങ്കിലും തെറ്റുപറ്റിയാൽ അത് അവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ തിരുത്തിക്കാമായിരുന്നു, ഇല്ലേ? സാർ, ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളായിട്ടല്ലേ ഇവർ എലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പാർട്ടി യോഗം കൂടിയിട്ട് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, എന്താണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ മുൻപ് ഈ പറയുന്ന പദവിയിലിരുന്ന ആളുകളോ എന്തുകൊണ്ട് ഇവരെ പറഞ്ഞത് മനസ്സിലാക്കുന്നില്ല? മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷത്തെ ചില ആളുകളും ഞാൻ രക്തസാക്ഷിയുടെ പേരിൽ അല്ലെങ്കിൽ ഇന്ന വിപ്ലവത്തിൻ്റെ പേരിൽ, കൊടിയുടെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് തിരുത്തുന്നതുകൊണ്ടായിരിക്കും അവരത് ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ഈ അനുസരിക്കാത്തതാണോ അതോ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണോ പ്രശ്നം? എന്നോട് ഒരു വക്കീൽ തന്നെ പറഞ്ഞു, അതായത് ഇതിൽ ഗോഡ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് ഈ പഞ്ചായത്ത് രാജ് ജൂളില് ഈ റൂളില് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭാഗത്ത് ഈ ഗോഡ് എന്നുണ്ട്. അത് അസംബ്ലിയിലൊക്കെ അങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ 3-ാം ഷെഡ്യൂളിൽ ഗോഡ് എന്നാണ്. ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഒരാൾക്ക് ഉമ്മൻചാണ്ടിയാണ് ദൈവം എന്ന് തോന്നിയാൽ ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നോടൊരു വക്കീൽ പറഞ്ഞു. ഞാൻ അയാൾക്ക് ഈ ഉമേഷ് ചള്ളിയിൽ കേസ് വിശദീകരിച്ചു കൊടുത്തു. അയാൾ എന്നോട് നമസ്കാരം പറഞ്ഞു പോയി. ഇതാണ് വാസ്തവം. ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഉപദേശിക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്. അവരെങ്ങനെ മീറ്റിംഗ് ഒക്കെ ചേരുമ്പോൾ വക്കീൽമാർക്ക് തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇതാ ഞാനീ പറഞ്ഞത്. ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽമാർക്ക് തന്നെ ഉമേഷ് ചള്ളിയിൽ കേസിൽ തീരുമാനിച്ചു കഴിഞ്ഞാണല്ലോ ഗോഡ് എന്നുള്ളത്. നിങ്ങൾക്ക് വേറെ പേരൊന്നും പറയാൻ പറ്റില്ല, ഗോഡ് തന്നെ വേണം. അങ്ങനെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് സൗകര്യം പോലെ ഭരണഘടനയിലെ വാക്കുകൾ മാറ്റാൻ പറ്റുമോ? ഹിന്ദു ദൈവം, ക്രൈസ്തവ ദൈവം അല്ലെങ്കിൽ അല്ലാഹു എന്ന് പറ്റില്ലല്ലോ. പറ്റില്ല, അല്ലാഹു എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സിഖുകാരൻ വന്നിട്ട് ഞാൻ ഇന്ന ഗുരുഗ്രന്ഥ സാഹിബിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരു ജൈനം വന്നിട്ട് ഞാൻ മഹാവീരന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ?
അല്ലേ? അതാണ് കാര്യം. ഇപ്പൊ ജൈനമതത്തിൽപ്പെട്ട ആളല്ലായിരുന്നു MP വീരേന്ദ്രകുമാർ. അതെ. അങ്ങേര് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ മഹാവീരന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. ഗോഡ് എല്ലാവർക്കും ബാധകമായൊരു നിയമമാണ്, അതങ്ങനെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കുഴപ്പം പിടിച്ച ഒരു പ്രശ്നമാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്ത BJP അംഗങ്ങളെ സംബന്ധിച്ച്. പിന്നെ അവിടെ അല്ലാഹുവിൻ്റെ പേരിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് UDF-ന്റെ, അത് പ്രശ്നമാണ്. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.